കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു. ആണവ നിലയങ്ങൾ ആക്രമിച്ച ശേഷം ഇസ്രായേൽ ആദ്യം ചെയ്തത് തങ്ങളുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. എത്രയും വേഗം ജനങ്ങളോട് ബങ്കറിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി. എന്തുകൊണ്ടായിരിക്കും ഇസ്രായേൽ അങ്ങനെ നിർദ്ദേശം നൽകിയത്? ഇറാൻ തിരിച്ചാക്രമിക്കും എന്ന ഭയം കൊണ്ടാണ്. അമേരിക്ക പോലും എന്തുകൊണ്ടാണ് ഇറാനെ ഇത്ര ഗൗരവത്തിൽ കാണുന്നത്? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് അത്ര വലിയ ശക്തിയൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇറാനെ ഇത്രയധികം ഇസ്രായേൽ ഭയപ്പെടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇസ്രായേൽ ഇറാനെ ഭയപ്പെടുന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിലും ഇറാൻ്റെ കയ്യിലുള്ള ആ രഹസ്യ ആയുധം ഇസ്രായേലിനെയും അമേരിക്കയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്താണ് അത് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടത്. ഇറാനും തിരിച്ചടിച്ചു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള തിരിച്ചടി നടക്കുകയാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കല്ലെന്ന് അമേരിക്ക വളരെ കാലമായി ഇറാനെ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ ഇറാൻ ചെവിക്കൊണ്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തി. എന്തായാലും ഇറാന് എന്ത് ശക്തിയാണ് ഉള്ളത്? ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, പക്ഷേ ഇറാൻ വഴങ്ങിയില്ല. പ്രതികാര തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ്. എന്നിരുന്നാലും അതിനിടയിൽ ഇസ്രായേൽ US തുടങ്ങിയ ശക്തമായ രാജ്യങ്ങൾക്ക് മുന്നിൽ പോലും വഴങ്ങാത്ത ഇറാൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇറാൻ്റെ കൈവശം 2000 ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത്. 2024 ഒക്ടോബറിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ യുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ എല്ലാ മാസവും 50 മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതുവരെ 2000 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ്റെ കൈവശമുള്ളത്. പോരാത്തതിന് ഇറാന് ശക്തമായിട്ടുള്ള ഒരു സൈന്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉണ്ട്. അത് ആയുധങ്ങളും സൈനികരും മാത്രമല്ല, ഇൻ്റലിജൻസ് ശൃംഖലയും അതിൻ്റെ വളരെയധികം ശക്തമാണ്. സൈനിക ശക്തിയുടെ കാര്യത്തിൽ 145 രാജ്യങ്ങളിൽ ഇറാൻ 16ാം സ്ഥാനത്താണ് എന്നുള്ളതാണ്. പ്രോക്സി മിലീഷ്യകളുടെ ശക്തമായിട്ടുള്ള ശൃംഖല ഇറാൻ ഉണ്ട് എന്നുള്ളതാണ്. ഇറാൻ പിന്നീട് സൈന്യത്തെ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ആദ്യം അവർ പ്രോക്സി മിലീഷ്യകളെ ഉപയോഗിക്കുന്നു. സിറിയ, ഇറാഖ്, യമൻ, ലബനൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഇറാനിൽ നേരിട്ട് ആക്രമണങ്ങൾ നടത്താൻ മടിക്കാത്ത അത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇറാൻ്റെ പ്രോക്സികൾ പല ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. ഇറാന് 2 ശക്തമായ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക പോലും വളരെയധികം ഭയപ്പെടുന്ന റഷ്യയാണ് ഒന്ന്. രണ്ടാമത് അത് ചൈനയാണ്. റഷ്യയും ചൈനയും ഇറാന് ശക്തമായിട്ടുള്ള പിന്തുണയുമായി പിറകിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇറാനെ വില കുറച്ച് കാണേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അടിയന്തരാവസ്ഥ തങ്ങളുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചത്. ഇറാൻ്റെ തിരിച്ചടി ഭയന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.